ധർമ്മേന്ദ്രയുടെ മരണവാർത്ത തള്ളി മകൾ ഇഷ ഡിയോൾ. മാധ്യമങ്ങൾ കിംവദന്തികൾ പ്രചരിപ്പിക്കുന്നുവെന്നും പിതാവിന്റെ ആരോഗ്യം മെച്ചപ്പെട്ടുവരുന്നുവെന്നും അറിയിച്ചു. ഇൻസ്റ്റാഗ്രാം പോസ്റ്റിലൂടെയായിരുന്നു പ്രതികരണം. അതേസമയം തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കരുതെന്നും ഡോക്ടർമാരുടെ മേൽനോട്ടത്തിലാണ് ധർമ്മേന്ദ്രയെന്നും ഉടൻ സുഖം പ്രാപിക്കുമെന്നും സണ്ണി ഡിയോളും വ്യക്തമാക്കി. ഇഷയുടെ പോസ്റ്റോടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അനുശോചന ട്വീറ്റ് പിൻവലിച്ചു. ധർമ്മേന്ദ്ര മരിച്ചതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ധർമ്മേന്ദ്രയുടെ മരണവാർത്തയ്ക്കെതിരെ ഹേമ മാലിനിയും രംഗത്തെത്തിയിട്ടുണ്ട്. ഓർക്കാനാവാത്ത തെറ്റെന്നാണ് ഹേമ മാലിനി പറഞ്ഞത്. ഇന്നലെ ശ്വാസതടസ്സം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ധർമ്മേന്ദ്രയെ വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ചിരുന്നു. ആരോഗ്യം മോശമായതിനെ തുടർന്ന് നവംബർ 1-നാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. 1960-ൽ പുറത്തിറങ്ങിയ ദിൽ ഭി തേരാ ഹം ഭി തേരെ എന്ന ചിത്രത്തിലൂടെയാണ് ധർമ്മേന്ദ്ര തന്റെ അഭിനയ ജീവിതം ആരംഭിച്ചത്. 6 പതിറ്റാണ്ടിലേറെ നീണ്ട സിനിമാ ജീവിതത്തിൽ അദ്ദേഹം 300-ലധികം സിനിമകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഹിന്ദി സിനിമയിൽ ഏറ്റവും കൂടുതൽ ഹിറ്റ് ചിത്രങ്ങളിൽ അഭിനയിച്ചതിന്റെ റെക്കോർഡും ധർമ്മേന്ദ്രയുടെ പേരിലാണ്. 1973-ൽ അദ്ദേഹം 8 ഹിറ്റുകളും 1987-ൽ തുടർച്ചയായി 7 ഹിറ്റുകളും 9 വിജയചിത്രങ്ങളും നൽകി. ഇത് ഹിന്ദി സിനിമാ ചരിത്രത്തിൽ എക്കാലത്തെയും റെക്കോർഡാണ്. 2012-ൽ ഇന്ത്യയിലെ 3ാമത്തെ ഉയർന്ന സിവിലിയൻ ബഹുമതിയായ പത്മഭൂഷൺ നൽകി അദ്ദേഹത്തെ ആദരിച്ചു. മുൻ MP കൂടിയാണ് ധർമ്മേന്ദ്ര.